പീസ് ആൻഡ് ജോയ്. അസിസിലെ ഫ്രാൻസിസിന് എല്ലാം ദാനം ചെയ്തിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ തെരുവ് വീതികളിലൂടെ വനപ്രദേശത്തുകൂടി തകർന്നു കിടക്കുന്ന ദേവാലയങ്ങളിൽ കൂടി ക്ഷണിക്കപ്പെട്ട ഇടങ്ങളിലെ പൊതുവേദിയിലൊക്കെ ഈശോയെ പ്രഘോഷിച്ച് നടക്കുവാൻ തുടങ്ങിയപ്പോൾ അതിന് ചുറ്റും കൂടി നിന്നിരുന്ന ആളുകൾക്ക് ഒരത്ഭുതം കാണാനായി. അവർക്ക് എല്ലാം കയ്യിലുണ്ടായിരുന്നിട്ടും ഒന്നും ഇപ്പോൾ കയ്യിലില്ലാത്ത ഫ്രാൻസിസിൻ്റെ അത്രയും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എല്ലാം ദാനം ചെയ്തിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിട്ടും ഈ മനുഷ്യന് ഇത്രമാത്രം സന്തോഷിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അനേകർക്ക് അത് മാനസാന്തരത്തിന് കാരണമായി തീർന്നു. ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് ഫ്രാൻസിസിൻ്റെ അതരം സംസാരിച്ചപ്പോൾ അത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി. താൻ ഉപേക്ഷിച്ച് വന്ന വഴികൾ തീവ്രതയോടെ പുണരുന്ന അനേകരെ നോക്കിക്കൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? അതുകൊണ്ട് സഹോദരങ്ങളെ, വരുവിൻ, നമുക്ക് ഉന്നതങ്ങളിലുള്ളവയെ ലക്ഷ്യം വെക്കാം. ഈശോ ഇതെല്ലാം നമുക്ക് വേണ്ടി സ്വർഗത്തിലെ സമ്പന്നത മുഴുവൻ വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി തീർന്നതുപോലെ ഈശോയ്ക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ സമ്പത്തെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ആ ഒരു വിളി അനേകരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. ഫ്രാൻസിസിനെ അനേക യുവജനങ്ങൾ കൗതുകത്തോടു കൂടി വീക്ഷിച്ചുകൊണ്ടിരുന്നു. അതിലൊരാളാണ് ബെർണാഡ് ഓഫ് കിൻഡവാലെ. ബെർണാഡ് ആ പ്രദേശത്തെ ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഫ്രാൻസിസിനെ പോലെ തന്നെ സമ്പന്നനായ ഒരു വ്യക്തി. പക്ഷേ അദ്ദേഹത്തിന് ഈ സമ്പത്ത് കൊണ്ടൊക്കെ ലഭിക്കാത്തൊരു സന്തോഷം ഫ്രാൻസിസ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ തെരുവീതിയിലൂടെ നടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് കണ്ടെത്താനായിട്ട് സാധിച്ചു. ഫ്രാൻസിസ് ഈശോയെ പ്രഘോഷിക്കുമ്പോൾ തൻ്റെ ഹൃദയം ചലിക്കുന്നതായിട്ട്, ഹൃദയം തുടിക്കുന്നതായിട്ട് ബെർണാഡിന് തോന്നി. പക്ഷേ ബെർണാഡിന് ഒത്തിരിയേറെ സംശയങ്ങളുണ്ടായിരുന്നു. ഈ മനുഷ്യൻ എല്ലാം ഉണ്ടായിരുന്നിട്ടും ആ കാലഘട്ടങ്ങളിൽ എല്ലാവിധ അധാർമികതയിലും മുഴുകി ആഘോഷിച്ച് നടന്ന ഒരു മനുഷ്യൻ ഇപ്പോഴേ സുവിശേഷം പ്രഘോഷിക്കുന്നത് സ്ഥായിയായിട്ടുള്ള ഒരു മാറ്റമാണോ? ബെർണാഡിന് അദ്ദേഹത്തെ പരീക്ഷിക്കാനായിട്ട് തോന്നി. ഒരു ദേവാലയത്തിലെ പ്രസംഗം കഴിഞ്ഞ് വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് ഫ്രാൻസിസിനെ കാത്ത് ഈ ബെർണാഡ് നിൽക്കുകയാണ്. ഫ്രാൻസിസിനെ കണ്ടപ്പോൾ ബെർണാഡ് പറഞ്ഞു, അങ്ങ് എൻ്റെ ഭവനത്തിലേക്ക് വരുമോ? ഫ്രാൻസിസിന് സന്തോഷമായി. ഫ്രാൻസിസ് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും വരാം. ഫ്രാൻസിസിനെ തൻ്റെ മാനസാന്തര അനുഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഒരു ഭവനത്തിലേക്ക് ക്ഷണിക്കുക. കാരണം അവർക്കെല്ലാം ഫ്രാൻസിസിനെ ഭയമായിരുന്നു. ഒഴിവു സമയങ്ങളിലെല്ലാം കുഷ്ഠരോഗികളോടൊപ്പം ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ മുറിവുകളിൽ ചുംബിക്കുന്ന ഒരു മനുഷ്യൻ, അവനിൽ നിന്ന് ഈ സാംക്രമിക രോഗം പടർന്നു പിടിച്ചാലോ? ഇപ്പോൾ വളരെ ബഹുമാനിതനായിട്ട് തോന്നുന്നുവെങ്കിലും ഇവൻ്റെ ജീവിതം ശരിക്കും ഒരു ഭ്രാന്തൻ്റെ ജീവിതം പോലെയല്ലേ? അനേകർ അവനെ സംശയിച്ചു. ബെർണാഡിനും അതേ സംശയമുണ്ടായിരുന്നു. ബെർണാഡ് ഫ്രാൻസിസിനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാത്രി മുഴുവനും ഫ്രാൻസിസിനോട് ഓരോ സംശയങ്ങൾ ചോദിച്ചു. അതുപോലെ തന്നെ തൻ്റെ സംശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഫ്രാൻസിസിനോട് പങ്കുവെച്ചു. ബെർണാഡിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഉറക്കമില്ലാതെ തൻ്റെ ഒപ്പം ഇരിക്കട്ടെ. അനേകം മണിക്കൂറുകൾ സംസാരിച്ച് ഒടുവിൽ ഫ്രാൻസിസും ബെർണാഡും തളരുന്നു എന്ന് തോന്നിയൊരു അവസരത്തിൽ ബെർണാഡ് പറഞ്ഞു, ഇനി നമുക്ക് ആഹാരം കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് പോകാം. ഫ്രാൻസിസിന് ആഹാരം കൊടുത്തു. ഫ്രാൻസിസ് അല്പം ആഹാരം കഴിച്ചു. അതിനുശേഷം ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. ബെർണാഡിനറിയാം, ഇദ്ദേഹം ഭക്തനായൊരു മനുഷ്യനാണെങ്കിൽ, വിശുദ്ധനായൊരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിയില്ല, എത്രമാത്രം തളർന്നാലും. കാരണം പകല് മുഴുവൻ അലഞ്ഞു നടക്കുന്ന ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് ഇതിനോടകം തന്നെ പലരും പറയുന്നുണ്ട്. അതെനിക്ക് നേരിട്ട് അനുഭവിക്കണം. ഫ്രാൻസിസും ബെർണാഡും കിടന്നത് ഒരേ മുറിയിലാണ്. ഫ്രാൻസിസ് കിടന്നത് തറയിലൊരു പായ വിരിച്ചിട്ട് അതിലാണ്. ഞാൻ അവിടെ കിടന്നുകൊള്ളാമെന്ന് ഫ്രാൻസിസ് പറയുകയാണ്. ബെർണാഡ് അതിനടുത്തായിട്ട് മറ്റൊരു കിടക്കയിൽ കിടക്കുക. ബെർണാഡ് കണ്ണടച്ച് ഉറങ്ങിയതുപോലെ കിടന്നു. ഫ്രാൻസിസ് ആകട്ടെ ബെർണാഡ് ഉറങ്ങിയതിന് ശേഷം മാത്രം പ്രാർത്ഥിക്കാമെന്ന് കരുതി. കാരണം താൻ പ്രാർത്ഥിക്കുന്നത് രഹസ്യമായിരിക്കണം. താൻ പ്രാർത്ഥിക്കുന്നത് തൻ്റെ സ്വർഗസ്ഥനായ പിതാവ് മാത്രം അറിഞ്ഞാൽ മതി. താനൊരു ദിവ്യനാണെന്നോ താനൊരു വിശുദ്ധനാണെന്നോ ആരും കരുതരുത്. കാരണം ഞാൻ അത്രമാത്രം ഭാവിയാണ്. ഫ്രാൻസിസ് ബെർണാഡിൻ്റെ കൂർക്കം വലിക്ക് കാതോർത്ത് കിടക്കുക. ഫ്രാൻസിസ് എന്ത് ചെയ്യുമെന്നറിയാൻ ബെർണാഡ് ഉറക്കം നടിച്ച് കൂർക്കം വലിച്ചുകൊണ്ട് കിടക്കുക. ഉറങ്ങാതെ തന്നെ കൂർക്കം വലിച്ചുകൊണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ബെർണാഡിൻ്റെ കൂർക്കം വലി ശക്തമായപ്പോൾ ഫ്രാൻസിസ് പതിയെ എഴുന്നേറ്റ് ഒരു അരണ്ട വെളിച്ചത്തിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, എൻ്റെ സർവ്വസ്വമേ, അങ്ങ് എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുണയും എത്ര വലുതാണ്. അതനുഭവിക്കാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ഇനിയും ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൻ്റെ യൗവനകാലം മുഴുവൻ ഞാൻ ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ മുഴുകി. ഇനി ശേഷിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിനക്ക് വേണ്ടി തരാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പാപങ്ങളുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ. ലോകത്ത് അനേകർ സമാനമായ പാപങ്ങളിൽ കഴിയുന്നുണ്ട്. അവരെ പുനരുദ്ധരിക്കണമേ. അവർക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കണമേ. അങ്ങയുടെ വെളിച്ചം അവർക്ക് ലഭിക്കട്ടെ. പാപമാർഗ്ഗങ്ങളിൽ നിന്ന് അവർ പിന്തിരിയട്ടെ.
ആത്മാക്കളുടെ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് ഫ്രാൻസിസ് വളരെയേറെ വേദനിച്ചു. അതോടൊപ്പം തൻ്റെ ക്രൂരമായ പാപങ്ങളെ ഓർത്ത് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നറിയാതെ ഫ്രാൻസിസ് വിലപിച്ചു. കാരണം ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ ശൂന്യതയാണെന്നും അവനൊന്നുമല്ലെന്നും അവൻ നിസ്സാരനാണെന്നും പാപി മാത്രമാണെന്നും ഫ്രാൻസിസിന് വീണ്ടും വീണ്ടും ബോധ്യം ലഭിക്കുക. ഫ്രാൻസിസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തെ നവീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഫ്രാൻസിസ് രാത്രി മുഴുവനും ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു. രാവിലെ 5 മണിയോട് അടുത്തപ്പോൾ ഫ്രാൻസിസ് ഉറങ്ങാനായി കിടന്നു. ഉറക്കം നടിച്ചു കിടന്നിരുന്ന ബെർണാഡ് നിശബ്ദനായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ ഒരു വിശുദ്ധൻ്റെ ഹൃദയം ഉരുകുന്നത് ബെർണാഡ് കണ്ടു. ആ ഹൃദയം ഉരുകിയപ്പോൾ അതിൻ്റെ പ്രകാശത്തിൽ, അതിൻ്റെ ചൈതന്യത്തിൽ അവൻ്റെ ഹൃദയം ഉരുകിക്കൊണ്ടിരുന്നു. സത്യമായിട്ടും ഈ മനുഷ്യനൊരു വിശുദ്ധനാണ്. എനിക്ക് രക്ഷ പ്രാപിക്കാൻ ഈ മനുഷ്യൻ്റെ ശിഷ്യത്വം സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് ബെർണാഡിന് തോന്നുകയാണ്. അങ്ങനെ ഫ്രാൻസിസിന് തൻ്റെ ആദ്യത്തെ അനുയായി ജനിക്കുകയാണ് ബെർണാഡ് ഓഫ് ക്വിൻറ്റവാലയിലൂടെ. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥതയോടെ ദൈവസ്വരം ശ്രവിക്കാനായാൽ ആ ആത്മാർത്ഥത നമ്മുടെ ഹൃദയത്തെ ഉരുക്കുമെന്ന് മാത്രമല്ല, ചുറ്റുപാടുകളെ ഉരുക്കുവാനായിട്ട് തുടങ്ങും. വിശുദ്ധ ക്യാഥറിൻ പറയുന്ന പോലെ, നീ എന്തായിത്തീരണമോ അതായിത്തീർന്നാൽ നിനക്ക് ഈ ലോകത്തെ തീ പിടിപ്പിക്കാൻ സാധിക്കും. ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിൽ ലഭിച്ച തീ തൻ്റെ ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുകയാണ്. അത് ബെർണാഡിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്നും അനേകരെ അത് ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.